ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഗോതമ്പ് പൊടിയും ശർക്കരയും തേങ്ങയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വെറും 3 ചേരുവകൾ മതി സ്നാക്ക് ഉണ്ടാക്കാൻ, എന്നാലോ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വൈകിട്ട് 4 മണിക്ക് ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കിഡു സ്നാക്കാണ് കേട്ടോ അത്. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ശർക്കര നല്ല പോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ശർക്കര മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്കൊരു വലിയ മിക്സിംഗ് ബൗളിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 4 ഏലക്കേൻ്റെ കുരുവാണ് കേട്ടോ. അപ്പോൾ ഏലക്കേൻ്റെ കുരു ഒന്ന് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ അധികം ചേർക്കണ്ട, കുറച്ച് മതി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ എള്ള് ചേർക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് ഉപ്പാണ് കേട്ടോ. ശർക്കരയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് ഉപ്പിട്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നത്. അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ, കാരണം ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ചൂടോടുകൂടി തന്നെ ശർക്കര പാനി നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലോട്ട് ചേർക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനി മാത്രം കൊണ്ട് നമ്മുടെ ഗോതമ്പ് പൊടി നനഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. നമ്മളെ ഗോതമ്പ് പൊടി നന്നായിട്ട് നനഞ്ഞ് മിക്സ് ആവുന്ന പരുവത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മൊത്തത്തിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ശർക്കരപ്പാനി പിന്നെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 രീതിയിൽ ചെയ്യാട്ടോ. ഇതിപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള മാവാണ്. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് കോരി എണ്ണയിലിട്ടിട്ടും ഫ്രൈ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉൾവശം വേവും. ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉൾവശം വേവാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ. പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാവും. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം അത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് കോരി എണ്ണയിലേക്ക് ഇടാവും നല്ലത്. എന്നാൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ഒത്തിരി സമയം പിടിക്കുന്നുണ്ട് ഉൾവശമൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഗോതമ്പ് മാവ് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സ്പൂൺ കൊണ്ട് കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ തടവണം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെയാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കാരണം ശർക്കരയും തേങ്ങയൊക്കെയാണല്ലോ നമ്മൾ ഇട്ടിട്ടുള്ളത്. പിന്നെ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയിയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളൊന്ന് കാണുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്